ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകളിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ വർക്കൗട്ടുകളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾ വ്യക്തിപരമായി വാമപ്പ് ചെയ്തുകൊള്ളുക. അതിനുശേഷം ആദ്യമായി നമുക്ക് സ്ക്വാഡ് എക്സസൈസ് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ മുൻപ് ചെയ്തിരുന്നത് പോലെ ഫ്രീ സ്ക്വാഡിൽ നിന്ന് വ്യത്യസ്തമായി ഡംബലുകൾ ഉപയോഗിച്ച് നമുക്ക് ഡംബൽ സ്ക്വാഡ് ചെയ്യാം. ഈ വർക്കൗട്ട് പ്രധാനമായും ക്വാഡ്രൈസെപ്സ്, ഗ്ലൂട്സ്, ഹാംസ്ട്രിങ്സ് എന്നീ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായി നിങ്ങളുടെ മുട്ടുകാലിലും ലോവർ ബാക്കിലും സ്ട്രെയിൻ ആകാതെ പ്രൈമറി മസിൽസായ ക്വാഡ്രൈസെപ്സ്, ഹാംസ്ട്രിങ്സ്, ഗ്ലൂട്സ്, അതായത് നിങ്ങളുടെ തൈസ് മുഴുവനിലായി നിങ്ങളുടെ ഭാരം മുഴുവൻ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ ഇൻഹേൽ ചെയ്തുകൊണ്ടും ഉയരുമ്പോൾ എക്സേൽ ചെയ്തുകൊണ്ടും 10 മുതൽ 15 റെപ്സിന്റെ 3-4 സെറ്റുകളായി ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മയിൽപ്പെടുത്തട്ടെ, നിങ്ങളുടെ മുട്ടുകാൽ മുന്നോട്ട് അധികം ബെൻഡ് ആകാതെയും ലോവർ ബാക്കിലും മുട്ടുകാലിലും സ്ട്രെയിൻ ആകാതെയും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അടുത്തതായി കാഫ് റൈസസ്. ഡംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാം. പ്രധാനമായും കാഫ് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ വർക്കൗട്ട് സ്റ്റെബിലിറ്റി, ബാലൻസ് എന്നിവ മെച്ചപ്പെടുത്തുവാനും ആംഗിൾ സ്റ്റെബിലിറ്റിയും ബാലൻസും മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. കാലുകൾ ഉയർത്തുമ്പോൾ എക്സേൽ ചെയ്തുകൊണ്ടും താഴ്ത്തുമ്പോൾ ഇൻഹേൽ ചെയ്തുകൊണ്ടും ഈ വർക്കൗട്ട് ചെയ്യുക. ഏകദേശം 15 മുതൽ 20 റെപ്സിന്റെ 3-4 സെറ്റുകളായി ചെയ്യാം. അടുത്തതായി ഡോങ്കി കിക്സ്. പ്രധാനമായും ഗ്ലൂട്സ് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ വർക്കൗട്ട് ഹിപ്പ് സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് കാലുകൾ ഉയർത്തുമ്പോൾ എക്സേൽ ചെയ്തുകൊണ്ടും താഴ്ത്തുമ്പോൾ ഇൻഹേൽ ചെയ്തുകൊണ്ടും പ്രധാനമായും നിങ്ങളുടെ ബട്ടക്സ് മസിലിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുക. ഏകദേശം 15 മുതൽ 20 റെപ്സിന്റെ 3-4 സെറ്റുകളായി ചെയ്യാം. അടുത്തതായി കോർ സ്ട്രെങ്ത്തും എൻഡുറൻസും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്ലാങ്ക് വർക്കൗട്ട് ചെയ്യാം. കഴിഞ്ഞ നമ്മുടെ വർക്കൗട്ടുകളിൽ നിങ്ങൾക്ക് ലോവർ ബാക്കിൽ എന്തെങ്കിലും സ്ട്രെയിൻ പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും ഈ വർക്കൗട്ട് നമ്മെ സഹായിക്കുന്നു. ഏകദേശം 20 മുതൽ 30 സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്തുകൊണ്ട് 3-4 സെറ്റുകളായി ചെയ്യുക.
അവസാനമായി നമുക്ക് സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യമായി ക്വാഡ്രൈസെപ്സ് സ്ട്രെച്ച് ചെയ്യുക. ഈ സ്ട്രെച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടും ചെയ്യാവുന്നതാണ്. അടുത്തതായി ഹാംസ്ട്രിങ്സ് ആൻഡ് കാഫ് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, കൂടുതൽ വർക്കൗട്ടുകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.